മദ്യക്കുപ്പികളിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രവും ഒപ്പും. ഒടുവിൽ ഒറ്റയാൾ പോരാട്ടം നടത്തി ഇത് പിൻവലിപ്പിച്ചിരിക്കുകയാണ് പാലാ സ്വദേശിയായ എബി ജെ ജോസ്. മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ കൂടിയായ എബി തന്നെ വിശദീകരിക്കും എന്താണ് സംഭവിച്ചത് എന്ന്. ചേട്ടാ, ഈ മദ്യക്കുപ്പികളിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സംഗതിയല്ല. എന്താണ് ഈ സംഭവിച്ചതിൽ? ഇതിൽ ആദ്യം ഉണ്ടായത് ഇസ്രയേലിലാണ്. ഇസ്രയേലിൽ 2019 നമ്മളൊരു ടിക്ടോക്ക് വീഡിയോ അതിൽ കാണിക്കുന്നത് ബിയർ കുപ്പിയിൽ ഗാന്ധിജിയുടെ ചിത്രം പതിപ്പിച്ചൊരു 15 സെക്കൻഡ് 30 സെക്കൻഡ് താഴെയുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. മലയാളിയായ ഒരു യുവാവ് കാണിക്കുന്നു, ഇങ്ങനെ മോശമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ അത് നോക്കിയപ്പോൾ അത് തെറ്റായ നടപടിയാണെന്ന് നമുക്ക് തോന്നി. കാരണം ജീവിതത്തിലുടനീളം മദ്യത്തിനെതിരെ കർശന നിലപാട് സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ് ഗാന്ധിജി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി അധികാരം കിട്ടിയാൽ 1 മണിക്കൂറിനുള്ളിൽ മദ്യശാലകൾ മുഴുവൻ പൂട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. മദ്യത്തിനെതിരെ നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ചിത്രം ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് അനുചിതമാണ്, അപമാനകരമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചു. നമുക്ക് ആകെ കിട്ടിയത് 15-30 സെക്കൻഡിൽ താഴെയുള്ള ഒരു വീഡിയോ. അതിൽ മുഴുവൻ ഹീബ്രു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഗൂഗിൾ സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഹീബ്രു ഭാഷയിലുള്ള കാര്യങ്ങൾ അത് സ്കാൻ ചെയ്തെടുത്തിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ നമ്മളൊരു 3-4 ദിവസത്തെ തെരച്ചിലിനൊടുവിൽ ഇത് മാൽക്ക എന്ന് പറയുന്നൊരു ബിയർ നിർമ്മാണ കമ്പനിയാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നതെന്നും അതിൻ്റെ ചിത്രം അതിൽ വരച്ചിരിക്കുന്ന അന്ന് അതിനകത്ത് കൂടുതൽ വികൃതമായിട്ട് ഗാന്ധിജിയെ ആ വരച്ചയാളുടെ വെബ്സൈറ്റിൽ പോയി അമിത് ഷിമോണി എന്ന് പറയുന്ന ഒരാളാണ് hipstory.com എന്ന് പറയുന്ന ഒരു .com അയാൾ ഇങ്ങനെ പ്രധാനപ്പെട്ട ആളുകളുടെ ചിത്രമൊക്കെ ഈ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ധരിപ്പിച്ച് സൂട്ടും കൂട്ടും ഒക്കെ ഇടിപ്പിച്ച് വരച്ച് വിൽപ്പന നടത്തുന്ന ഒരാളാണ്. അവരുടെ കയ്യിൽ നിന്നാണ് ഈ ബ്രാൻഡും വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം കൂടെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അപ്പം പുള്ളിക്കും നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റ്, ഇന്ത്യയിലെ ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി ഇവർക്കെല്ലാം കൂടെ നമ്മൾ പരാതി കൊടുത്തു. ഈ പരാതി കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കി 1-2 ദിവസം നോക്കിയിട്ട് നടപടി ആകാതെ വന്നു. അങ്ങനെ ഇരിക്കുമ്പം ആം ആദ്മി പാർട്ടിയുടെ MP ശ്രീ സഞ്ജയ് സിംഗ് ഈ വിവരം അറിയുകയും നമ്മൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം അത് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. അന്ന് ഉപരാഷ്ട്രപതിയായിരുന്ന രാജ്യസഭാ ചെയർമാൻ വെങ്കയ്യ നായിഡു അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുകയും വിദേശകാര്യമന്ത്രി ജയശങ്കറിന് നിർദ്ദേശം കൊടുക്കുകയും ഇന്ത്യ നയതന്ത്രപരമായി ഇടപെട്ട് അത് പിൻവലിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അത് പിൻവലിച്ചതിൻ്റെ ആ ദിവസം ഇറ്റലിയിലുള്ള ഒരു അരുൺ എന്ന് പറയുന്നൊരു വ്യക്തി, നമുക്ക് നേരിട്ട് പരിചയമില്ല, അദ്ദേഹം നമ്മുടെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് വിളിക്കുന്നു. ചെക്ക് റിപ്പബ്ലിക്കിൽ ഇതേ രീതിയിൽ അടുത്ത രാജ്യം അവിടെ അവർ ടൂറ് പോയപ്പം ഗാന്ധിജിയുടെ ചിത്രം മദ്യക്കുപ്പിയിൽ വെച്ചിരിക്കുന്നു. അപ്പം അവർ ഇമെയിലിൽ അയച്ചു തന്നു വിളിച്ചിട്ട്. അപ്പം നമ്മൾ നോക്കിയപ്പോൾ സെയിം സാധനം തന്നെ. അപ്പോൾ പിന്നെ ഈ രീതിയിൽ നമ്മൾ പരാതികൾ അയച്ചു, എങ്കിലും നടപടി ഉണ്ടാകാതെ വന്നു. അപ്പം നമ്മൾ പറഞ്ഞു അതിന് തീരുമാനം ഉണ്ടാക്കണം, ഇസ്രായേൽ ഇത്ര ദിവസം കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്, ഇത് അനുചിതമാണ് എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ അതിന് നടപടി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നമ്മളുമായിട്ട് ഇങ്ങനെ മെയിൽ കോൺടാക്റ്റിലും ഫോണിലും ഒക്കെ സംസാരിച്ചിങ്ങനെ നീങ്ങുന്നതിനിടയിൽ ഇപ്പം ചെക്ക് റിപ്പബ്ലിക്കിലെ അവരും അത് പിൻവലിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് അന്ന് നമ്മൾ പരിശോധിച്ചപ്പോൾ റഷ്യയിൽ ഇതേ രീതിയിൽ ഈ കമ്പനി തന്നെ 2018 കാലഘട്ടങ്ങളിൽ വിൽപ്പന ഉണ്ടായിരുന്നെങ്കിൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഈ രാജ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ആദരവിൻ്റെ ഭാഗമാണ്. അവിടെ ബിയർ കുപ്പികളിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നത് ആ വ്യക്തിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിനല്ലാതെ ആ രാജ്യത്തിൻ്റെ അവരുടെ കൾച്ചർ അനുസരിച്ചിട്ട് അവരങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇതനുസരിച്ച് അത് ഒരു ശരിയായ നടപടിയല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെതിരെ നിലകൊള്ളുന്നത്. എന്താണെങ്കിലും നിലവിൽ താങ്കളുടെ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ ഫലമായി ഇപ്പോൾ 3 രാജ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഗാന്ധിജിയുടെ ചിത്രങ്ങൾ മദ്യക്കുപ്പികളിൽ നിന്ന് പിൻവലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും ഒടുവിൽ ഇപ്പം റഷ്യയിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഗാന്ധിജിയുടെ ചിത്രം വയ്ക്കുകയും അതോടൊപ്പം അവർ ഗാന്ധിജിയുടെ ഒപ്പും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്, റഷ്യയുടെ എംബസി ഡൽഹിയിലുള്ള അംബാസിഡർ ഡെന്നിസ് അലിപ്പോവ് ഇവർക്കെല്ലാം നമ്മൾ കത്തയച്ചു. അത് നടപടിയാകാതെ വന്നപ്പോഴത്തേക്കും നമ്മൾ ആദ്യഘട്ടത്തിൽ ഒരു സമാധാനപരമായ പ്രതിഷേധം എന്ന നിലയിൽ ഇവിടെ പാലായിൽ നിന്നും 1001 പോസ്റ്റ് കാർഡിൽ ഗാന്ധിജിയുടെ ചിത്രം ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അംബാസിഡർക്ക് കത്തയച്ചു.
തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഗുഷിൻ റോമൻ എന്ന് പറയുന്ന വികസന ഡയറക്ടർ, ഈ മദ്യശാലയുടെ ഡയറക്ടറുടെ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ വന്നു. നമ്മുടെ ഇന്ത്യക്കാരുടെ വികാരം മനസ്സിലാക്കുന്നു, ഗാന്ധിജിയെ അപമാനിക്കാനല്ല ആദരിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത്. പക്ഷേ ഗാന്ധിജിയുടെ നിലപാടുകൾ അറിയാം, അതുകൊണ്ട് നിരുപാധികം ഇവ പിൻവലിക്കുകയാണ്. വിപണിയിൽ ഇറക്കിയിരിക്കുന്നത് തിരിച്ചെടുക്കാനുള്ള നടപടിയും ചെയ്തിട്ടുണ്ട്. മേലിൽ ഇത് ഗാന്ധിജിയുടെ ചിത്രങ്ങൾ ഉപയോഗിക്കുകയല്ല എന്ന് നമുക്ക് ഉറപ്പും നൽകിയിട്ടുണ്ട്. അതുകൂടാതെ മദർ തെരേസയുടെയും ചിത്രങ്ങളും ബിയർ കുപ്പിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളത് പറഞ്ഞു, ഇന്ത്യൻ എന്നുള്ള ഒരു വ്യക്തിയാണ്, വിശുദ്ധയായിട്ട് എടുത്തയാളാണ്, അതും അപമാനകരമായിട്ടാണ്, അതും അത് പരിഗണിക്കുന്നുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളിലെയും നേതാക്കന്മാരുടെയും നെൽസൺ മണ്ടേല അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം ചിത്രങ്ങൾ അവർ അച്ചടിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു കൾച്ചറുമായി ബന്ധപ്പെട്ട് മദ്യത്തിന് അല്ലെങ്കിൽ ലഹരിക്ക് എതിരാണ്. അപ്പോൾ അത് ഗാന്ധിജി ഇതിനെതിരെ നിന്നയാൾ കൂടിയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇതിനെതിരെ ഇറങ്ങാൻ തയ്യാറായത്. എന്താണെങ്കിലും 3 രാജ്യങ്ങളിലാണ് ഇത്തരത്തിൽ മദ്യക്കുപ്പികളിൽ, ബിയർ ബോട്ടിലുകളിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രവും ഒപ്പുമൊക്കെ അവർ പ്രദർശിപ്പിച്ചിരുന്നത്. ഇതിലാണ് ഇപ്പോൾ പാലാ സ്വദേശിയായ എബി ജെ ജോസിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ഒരൊറ്റയാൾ പോരാട്ടം നടത്തി 3 രാജ്യങ്ങളിലും ഇത്തരത്തിൽ വിപണനം നടത്തിയിരുന്ന മദ്യക്കുപ്പികളിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ ചിത്രം ഒഴിവാക്കിയിരിക്കുകയാണ്. പാലായിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.